കാര്യമായ ചലനമില്ലാത്ത ജീവിവർഗമാണ് സസ്യങ്ങൾ. എന്നാൽ ഇവ സൂര്യപ്രകാശത്തിലൂടെ സ്വയം ഊർജം നേടുകയും മറ്റു ജീവികൾക്ക് ഊർജം നൽകുകയും ചെയ്യുന്നു. സസ്യങ്ങൾ ചുറ്റുപാടുകളോട് വിദഗ്ധമായി പ്രതികരിക്കുന്നവരാണ്. തൊട്ടാവാടിയും മറ്റും നേരിട്ടുള്ള ഉദാഹരണങ്ങളാണെങ്കിലും നമുക്കറിയാത്ത നിരവധി രീതികളിൽ സസ്യങ്ങൾ ചുറ്റുപാടുകളോട് പ്രതികരിക്കുകയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. അവയുടെ അത്തരം കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് മനസ്സിലാക്കാനായാലോ? വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. സസ്യങ്ങൾ സംസാരിക്കുന്നതും ആംഗ്യങ്ങൾ കാണിക്കുന്നതും നമ്മൾ കാണുന്നില്ലെങ്കിലും ഹൈലി കമ്മ്യൂണിക്കേറ്റീവ് ഓർഗാനിസം ആണ്. വിവരങ്ങൾ കൈമാറുന്നതിന് വിവിധ രീതികൾ ഉപയോഗിച്ച് അവർ പരിസ്ഥിതികളുമായി പരസ്പരം സങ്കീർണമായ ഇടപെടലുകളിൽ ഏർപ്പെടുന്നു. സമീപകാല ഗവേഷണങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഈ അടക്കം പറച്ചിലും രഹസ്യങ്ങളും മനസ്സിലാക്കി വരുന്നു. സസ്യങ്ങൾ ആശയവിനിമയം നടത്തുന്ന സങ്കീർണമായ വഴികൾ മനസ്സിലാക്കുന്നത് കൃഷി, വൈദ്യശാസ്ത്രം, പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നൂതനമായ സാധ്യതകൾ കൊണ്ടുവരും. സസ്യങ്ങൾ നിരവധി രീതിയിലൂടെ ആശയവിനിമയം നടത്താറുണ്ട്. കെമിക്കൽ സിഗ്നൽസ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ്, മൈക്രോസെൽ നെറ്റ്വർക്ക്, ഡയറക്റ്റ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം അതിൽ ചില മെത്തേഡ്സ് ആണ്. സസ്യങ്ങൾ അയൽ സസ്യങ്ങളെ വിവരം അറിയിക്കുന്നതിനായി വായുവിലേക്ക് വോൾട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിടുന്നു. ചില ചെടികളെ പുൽച്ചാടികൾ ആക്രമിക്കുമ്പോൾ അത് അടുത്തുള്ള സസ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രീൻ ലീഫ് ഫോളന്റുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ തയ്യാറാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇത് കെമിക്കൽ സിഗ്നലിന് ഉദാഹരണമാണ്. സ്വന്തം ടിഷ്യൂകളിലേക്കും അയൽ സസ്യങ്ങളിലേക്കും വിവരങ്ങൾ കൈമാറാൻ ചില സസ്യങ്ങൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിക്കാറുണ്ട്. ഒരു ഡാൻഡലിയോൺ ചെടിയുടെ ഇലയ്ക്ക് പരിക്കേൽക്കുമ്പോൾ അത് ചെടിയിലൂടെയും അയൽ സസ്യങ്ങളിലേക്കും ഒരു വൈദ്യുത സിഗ്നൽ അയച്ചുകൊണ്ട് അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. മൈക്രോറൈസ് എന്ന ഫംഗികളുടെ അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്കിലൂടെ സസ്യങ്ങൾക്ക് ആശയവിനിമയം നടത്താനാകും. ഈ ശൃംഖലകൾ വിവിധ സസ്യങ്ങളുടെ വേരുകളെ ബന്ധിപ്പിക്കുന്നു. അതിലൂടെ പോഷകങ്ങളും വിവരങ്ങളും പങ്കിടാൻ അനുവദിക്കുന്നു. ഇളം മരങ്ങൾ വളരാൻ സഹായിക്കുന്നതിന് പഴയ മരങ്ങൾ മൈക്രോറൈസൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നു. കൂടാതെ കീടങ്ങൾ പോലുള്ള അപകടങ്ങളെക്കുറിച്ച് മരങ്ങൾക്ക് പരസ്പരം മുന്നറിയിപ്പ് നൽകാനും കഴിയും. ഡയറക്റ്റ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിൽ പ്ലാസ്മോഡേറ്റ എന്ന ചെറിയ സുഷിരങ്ങളിലൂടെ കോശങ്ങൾക്കിടയിൽ നേരിട്ട് സിഗ്നലുകൾ അയക്കാൻ സസ്യങ്ങൾക്ക് പ്രോട്ടീനുകൾ, RNA തന്മാത്രകളും ഉപയോഗിക്കുന്നു. ചെടികൾക്കുള്ളിൽ വേഗത്തിൽ കാര്യക്ഷമമായും ആശയവിനിമയം നടത്താൻ ഇത് അനുവദിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സസ്യങ്ങളുടെ ആശയവിനിമയം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിലും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ അളവിലുള്ള ഡാറ്റ വിശകലനം ചെയ്യാനും പാറ്റേണുകൾ തിരിച്ചറിയാനുമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കഴിവ് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന സങ്കീർണമായ സിഗ്നലുകൾ മനസ്സിലാക്കുന്നതിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. കെമിക്കൽ എമിഷൻസ്, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, സൂക്ഷ്മമായ ചലനങ്ങൾ എന്നിവ ഉൾപ്പെടെ ആശയവിനിമയത്തിനായി സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ സിഗ്നലുകൾ കണ്ടെത്താനും വ്യാഖ്യാനിക്കാനും AI അൽഗോരിതങ്ങൾക്ക് കഴിയും. ഈ സിഗ്നലുകളെ അർത്ഥവത്തായ വിവരങ്ങളിലേക്ക് വിവർത്തനം ചെയ്യാൻ ഇത് ഗവേഷകരെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, സസ്യങ്ങളുടെ ശബ്ദങ്ങളെ അവയുടെ ആരോഗ്യത്തെയും ആവശ്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് വിവർത്തനം ചെയ്യാൻ AI ഉപയോഗിക്കാം. സസ്യങ്ങളുടെ ആരോഗ്യം തത്സമയം നിരീക്ഷിക്കാൻ സെൻസർ സാങ്കേതിക വിദ്യയുമായി AI സംയോജിപ്പിക്കാം. സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്യുന്നതിലൂടെ സ്ട്രെസ്, രോഗം അല്ലെങ്കിൽ പോഷകക്കുറവ് എന്നിവയുടെ ലക്ഷണങ്ങൾ AIക്ക് കണ്ടെത്താനാകും. ഇത് നേരത്തെയുള്ള ഇടപെടലിനും മെച്ചപ്പെട്ട വിള പരിപാലനത്തിനും സഹായമാകുന്നു. കാർഷിക മേഖലയിലെ പ്രിവെൻറ്റേറ്റീവ്, അതായത് പ്രതിരോധ മാർഗങ്ങളിൽ നിന്ന് ക്യൂറേറ്റീവ് അപ്രോച്ചസിലേക്ക് നീങ്ങാനും AIക്ക് കഴിയും. ഇത് ഹാനികരമായ പെസ്റ്റിസൈഡ്സ് സ്പ്രേയിങ് പോലുള്ള കാര്യങ്ങളുടെ ആവശ്യകത കുറയ്ക്കുന്നു. ഔഷധ ഗുണങ്ങൾ തിരിച്ചറിയാൻ സസ്യങ്ങളുടെ രാസ സിഗ്നലുകൾ വിശകലനം ചെയ്യാൻ AI ഉപയോഗിക്കാം. ഇത് സസ്യങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയേക്കാവുന്ന പുതിയ മരുന്നുകളും ചികിത്സകളും കണ്ടെത്തുന്നതിന് സഹായിക്കും. പ്ലാന്റ് സയൻസ് ഗവേഷണത്തിൽ 3D പ്രിന്റിങ്ങിൻ്റെ കഴിവുകളും പ്രയോഗങ്ങളും വർദ്ധിപ്പിക്കാൻ AI ഉപയോഗിച്ച് കഴിയും. ചെടികളുടെ വളർച്ചയ്ക്കായി ഇഷ്ടാനുസൃതമാക്കിയ ചുറ്റുപാടുകൾ സൃഷ്ടിക്കാനും റൂട്ട് ആർക്കിടെക്ചർ പഠിക്കാനും സസ്യങ്ങൾക്ക് പോഷകങ്ങളും വെള്ളവും എത്തിക്കുന്നതിനുള്ള പുതിയ വഴികൾ വികസിപ്പിക്കാനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സാധിക്കും. സസ്യ ആശയവിനിമയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ AI പലതരത്തിൽ വർദ്ധിപ്പിക്കുന്നു. സെൻസറുകൾ, ഇമേജുകൾ, ജീനോമിക് ഡാറ്റ എന്നിങ്ങനെ വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള വലുതും സങ്കീർണമായ ഡാറ്റ സെറ്റുകൾ വിശകലനം ചെയ്യാൻ AI അൽഗോരിതങ്ങൾക്ക് കഴിയും. അതിലൂടെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളതോ അസാധ്യമായതോ ആയ പാറ്റേണുകളും സ്ഥിതിവിവരക്കണക്കുകളും തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന്, വിവിധ പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളോട് സസ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ AI ജീനോമിക് ഡാറ്റ വിശകലനം ചെയ്യാൻ കഴിയും.
ഡാറ്റയിലെ പാറ്റേണുകൾ തിരിച്ചറിയുന്നതിൽ AI മികവ് പുലർത്തുന്നു. സമ്മർദ്ദം, രോഗം അല്ലെങ്കിൽ മറ്റ് പ്രധാന വിവരങ്ങൾ എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന സസ്യ സിഗ്നലുകളിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ തിരിച്ചറിയാൻ ഇത് അനുവദിക്കുന്നു. വളർച്ചയോ കീടബാധയോ പോലുള്ള വ്യത്യസ്ത സസ്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട VOCകൾ തിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കാം. സസ്യങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രവചനമാതകൾ സൃഷ്ടിക്കാൻ AI ഉപയോഗിക്കാം. വ്യത്യസ്ത പാരിസ്ഥിതിക സാഹചര്യങ്ങളോടും ഇടപെടലുകളോടും സസ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ശാസ്ത്രജ്ഞരെ അനുവദിക്കുന്നു. ഇത് ഇറിഗേഷൻ ഷെഡ്യൂളുകൾ ഒപ്റ്റിമൈസ് ചെയ്യാനും വിളവ് പ്രവചിക്കാനും സസ്യ വളർച്ചയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലങ്ങൾ ലഘൂകരിക്കാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കും. ജോൺസ് ഇന്നർ സെൻറ്ററും ദ യൂണിവേഴ്സിറ്റി എക്സ്റ്ററും ചേർന്ന് വികസിപ്പിച്ചെടുത്ത പ്ലാന്റ് RNA-FM AI മോഡൽ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. സസ്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവയുടെ പരിസ്ഥിതിയോട് പ്രതികരിക്കുന്നതും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന DNA-ക്ക് സമാനമായ തന്മാത്ര RNA-യിൽ ഈ മാതൃക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. RNA ഡാറ്റ വിശകലനം ചെയ്യുന്നതിലൂടെ വിവിധ ഉത്തേജകങ്ങളോടുള്ള പ്രതികരണമായി സസ്യങ്ങൾ എങ്ങനെ പരസ്പരം ആശയവിനിമയം നടത്തുന്നുവെന്ന് AIക്ക് മനസ്സിലാക്കാൻ കഴിയും. RNA ഒരു സസ്യകോശത്തിനുള്ളിലെ സന്ദേശവാഹകനാണെന്ന് വിചാരിക്കുക. ഇത് DNA-യിൽ നിന്നുള്ള ജനിതക വിവരങ്ങൾ വഹിക്കുകയും പ്രോട്ടീനുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന വർക്ക് ഫോഴ്സുകളാണ്. എന്നാൽ റിലേ സന്ദേശങ്ങൾ മാത്രമല്ല RNA ചെയ്യുന്നത്. സസ്യങ്ങൾ അവയുടെ പരിസ്ഥിതിയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. പ്ലാന്റ് RNA-FM AI മോഡൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്ലാന്റ് RNA-യുടെ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. FM എന്നാൽ ഫൗണ്ടേഷൻ മോഡൽ എന്നാണ് അർത്ഥമാക്കുന്നത്. 1000-ലധികം വ്യത്യസ്ത സസ്യ ഇനങ്ങളിൽ നിന്നുള്ള RNA സീക്വൻസുകളുടെയും ഘടനകളുടെയും ഒരു വലിയ ഡാറ്റാ സെറ്റിലാണ് ഇത് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. ഈ വിപുലമായ ട്രെയിനിങ് AIയെ പാറ്റേണുകൾ തിരിച്ചറിയാനും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ RNA എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസിനും അനുവദിക്കുന്നു. RNA തന്മാത്രകളുടെ സങ്കീർണമായ 3D ഘടന വിശകലനം ചെയ്യാൻ AIക്ക് കഴിയും. കാരണം RNA മറ്റ് തന്മാത്രകളുമായി എങ്ങനെ ഇടപഴകുന്നതും അതിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നറിയാനും ഈ ഘടന നിർണായകമാണ്. RNA ഘടന മനസ്സിലാക്കുന്നതിലൂടെ ആ RNA പ്ലാന്റിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് AIക്ക് പ്രവചിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, സമ്മർദ്ദത്തോട് പ്രതികരിക്കുന്നതിലോ രോഗത്തിനെതിരെ പോരാടുന്നതിലോ വളർച്ചയെ നിയന്ത്രിക്കുന്നതിലോ ഇത് ഉൾപ്പെട്ടേക്കാം. ഒരു ചെടിക്ക് അതിൻ്റെ പരിസ്ഥിതിയിൽ മാറ്റം സംഭവിക്കുമ്പോൾ, അതായത് പ്രാണികളുടെ ആക്രമണമോ വരൾച്ചയോ പോലുള്ള അതിൻ്റെ RNA പ്രൊഫൈൽ മാറുന്നു. സസ്യം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും മറ്റു സസ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുവെന്നും മനസ്സിലാക്കാൻ AIക്ക് ഈ മാറ്റങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ സാധിക്കും. വിവന്റ് എന്ന സ്വിസ് അഗ്രിടെക് കമ്പനി സമ്മർദ്ദവും രോഗവും കണ്ടെത്തുന്നതിന് സസ്യങ്ങളിലെ വൈദ്യുത സിഗ്നലുകളുടെ വിശകലനം ചെയ്യാൻ AI ഉപയോഗിക്കുന്നു. അതുപോലെ ഹോർട്ടിയ എന്ന ജർമ്മൻ സ്റ്റാർട്ടപ്പ് ഗ്രീൻ ഹൗസിലെ പ്ലാന്റ് ഡാറ്റ നിരീക്ഷിക്കാൻ സെൻസർ സാങ്കേതിക വിദ്യയും AI ഉപയോഗിക്കുന്നു. വുഡ് വൈഡ് വെബ് ഡീകോഡിംഗ് മൈക്രോറൈസൽ ഫംഗസ് വഴി സസ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ ആശയവിനിമയ ശൃംഖലകൾ മനസ്സിലാക്കാൻ AI ഉപയോഗിക്കുന്നു. സസ്യങ്ങൾ എങ്ങനെ വിവരങ്ങൾ പങ്കിടുന്നു, അപകടത്തെക്കുറിച്ച് പരസ്പരം മുന്നറിയിപ്പ് നൽകുന്നു, അവരുടെ സമൂഹത്തിൻ്റെ വളർച്ചയെ പിന്തുണയ്ക്കുന്നു എന്നതിലേക്ക് ഈ ഗവേഷണം വെളിച്ചം വീശുന്നു. മാത്രമല്ല, മൈക്രോറൈസൽ ഫംഗസിലൂടെ സസ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ ആശയവിനിമയ ശൃംഖലകൾ മനസ്സിലാക്കാനും AI ഉപയോഗിച്ച് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകൾക്ക് ധാരാളം പരിമിതികളുണ്ട്. ഉയർന്ന കമ്പ്യൂട്ടേഷൻ, വളരെയധികം പവറും എനർജിയും ആവശ്യമാണ്. മാത്രമല്ല, AI അൽഗോരിതത്തിന് വലിയ അളവിൽ ഡാറ്റയും ആവശ്യമാണ്. കൂടാതെ കർഷകർക്ക് താങ്ങാവുന്ന നിലയിലും ആവേണ്ടതുണ്ട്. AI സസ്യ ആശയവിനിമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിക്കുന്നു. കൃഷി, വൈദ്യശാസ്ത്രം, പ്രകൃതി ലോകവുമായുള്ള നമ്മുടെ ബന്ധം എന്നിവയിലേക്കുള്ള പുതിയ സാധ്യത തുറക്കുന്നു. വുഡ് വൈഡ് വെബ് എന്നറിയപ്പെടുന്ന സസ്യങ്ങളുടെ രഹസ്യലോകം പൂർണ്ണമായി മനസ്സിലാക്കാനായാൽ നമ്മുടെ വിളകൾ നന്നായി പരിപാലിക്കാനും പുതിയ മരുന്നുകൾ വികസിപ്പിക്കാനും ഭൂമിയിലെ ജീവന്റെ പരസ്പര ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും കഴിയും. സാങ്കേതിക വിദ്യയുടെ ദിനം പ്രതിയുള്ള വളർച്ച സമീപഭാവിയിൽ അത് സാധ്യമാക്കുമെന്ന് കരുതാം. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.